ആയിക്കോട്ടെ. ശരി 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 ശരി. അതിനൂസാണ് കേട്ടോ ക്യാമറമാന്. അതെങ്ങനെ ഇപ്പൊ ഈ ഞെക്കി ഓണാക്കിപ്പോ അത് ഒരു ഐഡിയ അല്ല. ഞെക്കി പിഴിച്ച് ഓൺ എന്തായാലും ഓണാക്കിക്കണേ. ഉമ്മ എന്താ വർത്താനം? ഉമ്മന്റെ കണ്ണിന്ന് എന്താ വെള്ളം വരുന്നേ? എന്നെ കണ്ടിട്ട് എന്തിനാ നിങ്ങക്ക് വെള്ളം വരുന്നേ? അല്ലാ, ഞാൻ കല്ലേറ്റണ കണ്ടിട്ടേ ഉമ്മാക്ക് സങ്കടം അല്ലമ്മ? കണ്ണിന് സുഖമില്ലായിട്ടാണോ? അത് ശരി. ഞാൻ വിചാരിച്ച് ഇന്നെ കണ്ടിട്ടുള്ള സങ്കടത്തിൽ കരയാണെന്ന്. എണീച്ച് നിക്ക്, എണീച്ച് നിക്ക്. ആ ആന്ത് ആന്ത സൗണ്ട് ഇട്ട് അത് ചായ ഉള്ളത് അത് കാപ്പിയാണ്. ഉമ്മിക്ക് കാപ്പി, ഉമ്മിക്ക് കാപ്പി. എന്തോ ഒന്ന് കണ്ടിട്ട് പറഞ്ഞിട്ട് പോണ പോക്കാണ് കേട്ടോ. അപ്പൊ ദാ വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ചെറിയൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ച്. മിന്നു പറയുന്നത് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് വീഡിയോയിൽ ഇല്ലായിട്ടാണ്, വ്യൂസ് ഇല്ലാത്തതാണ് പറയണത്. ആണമ്മ? നിങ്ങൾ പറയേ, നിങ്ങളൊരു അഭിപ്രായം പറയേ. ഞാൻ എന്തോ പറയാനാ അഭിപ്രായം പറയേ. ഉമ്മാക്ക് അഭിപ്രായം പറയാനില്ല. ചൂടപ്പായൊക്കെ ഇട്ടിട്ട് സുന്ദരി അയക്കണേ. അടുത്ത മാസം കല്യാണാണ്. ആ മൈതാനിക്ക് അത് പിന്നെ എല്ലാരും കെട്ടിക്കൂലേ? നിങ്ങളെ മുമ്പിന്നെ കെട്ടിച്ചാലോ അല്ലെ? അങ്ങനെ തന്നെ അല്ലേ? ആരെപ്പോ മൈതാനിക്ക് കൊണ്ടുപോകുന്നൊന്നും പറയാൻ പറ്റൂല. അതൊക്കെ അത്ര തന്നെ ഉള്ളു. അപ്പൊ വർക്കൊക്കെ കഴിഞ്ഞ് നല്ല പണിയാണ് കേട്ടോ. ലോഡ് ഇറക്കാനുണ്ടായിരുന്നു. ലോഡ് ഇറക്കി കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇതപ്പോ വീട്ടിലെത്തി ഭക്ഷണം കഴിക്കാനുള്ള ഒരുക്കത്തിലാണ്. 8 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ച് ഇവിടെ പോകും വേണം. കാരണം ഇന്ന് റിസോർട്ടിൽ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഫിനിഷ് ആയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ആഴ്ചയിൽ നമ്മൾ അളന്നിട്ട് അളവ് കൊടുക്കാറാണ് പതിവ്. അപ്പൊ പോവാൻ പറ്റിയിട്ടില്ല. ഇന്നിപ്പോ പോവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും പോയിട്ട് കഴിഞ്ഞ ആഴ്ചത്തെ കണക്കും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. അതൊക്കെ കൊടുത്ത് ക്ലിയർ ചെയ്യണം. അപ്പൊ അങ്ങനെ കുറച്ച് കേസുകളുണ്ട് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഒരു വീഡിയോ കണ്ടന്റ് എന്ന് പറയാനുള്ളതൊന്നുമില്ല, ജസ്റ്റ് ഒരു വീഡിയോ. അപ്പൊ ഇന്ന് ചെറിയ ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ട്, കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഉമ്മച്ചി. അപ്പൊ അതൊക്കെ വെച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ. ഒന്ന് തല ഒത്തിക്കണം കേട്ടോ. ഏയ് എന്തിനാ തലത്തി? ചൂട് പിടിക്ക. ഇവിടെ വന്നാ പിന്നെ ചൂട് പിടുത്തം തന്നെ. കാപ്പി കുടിയും ചൂട് പിടുത്തോ, കാപ്പി കുടിയും ചൂട് പിടുത്തോ. അതെ എനിക്ക് വേണ്ട. എനിക്ക് ശരീരത്തിന് ചൂടാണേ. എന്തെങ്കിലും ഒരു പണി എടുക്കണം, എന്നാലേ ചൂടുണ്ടാവുള്ളൂ. വെറുതെ ഇങ്ങനെ ഇരിക്കല്ലേ, അതാണ് തണുപ്പ്. ഫൈനസേ എന്താക്കയ്യേ? ഇതെന്താ ഇതെന്താ ഇതെന്താ? ചായ? എന്നോട് ചായ കുടിക്കരുത് പറഞ്ഞിക്കണ ഞാന് പറഞ്ഞിരുന്നോ? അയനൂസിനോട് ചായ കുടിക്കരുതെന്ന് പറഞ്ഞ എത്ര പറഞ്ഞാലും കേൾക്കൂല കേട്ടോ. അമ്മച്ചേ കറിയായമ്മ? വെച്ചിട്ടുള്ളൂ. ഇനി എന്താ? ഇനിയോ? ഇനി ചായ വേണ്ട. വാ ഇങ്ങോട്ട് പോരും. വാ നടക്ക് പാട്ടോ. എന്താ പറയാ? എവിടെ ആന? ഇവിടെ ആനയൊന്നുമില്ലല്ലോ. എവിടെ ബി പി വന്നു നിന്ന്? പാത്തിയോ? എന്തൊക്കെയോ പറയണ്ട്. പിന്നോ എന്താ വിശേഷം? അത് സാറില്ല, തണുപ്പ് എന്നുള്ളതല്ല. ഇന്നിപ്പോ സ്പെഷ്യലായിട്ട് തണുപ്പുള്ളതൊന്നുമല്ലല്ലോ. ഓ ഹായ്, എന്റെ കുട്ടി ഹായ് പറയുന്നു. എന്റെ കുട്ടി എവിടെ എന്റെ കുട്ടി? ഇപ്പൊ രോഗമുണ്ട? ഞാൻ നല്ലോണം ചീത്ത പറഞ്ഞു കേട്ടോ. അന്ന് അതിന് ചീത്ത പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ എനിക്കൊരു അവയെ തന്നിട്ട് സോപ്പിട്ടിട്ട് പോയി അല്ലേ? എന്തിനാ സോപ്പിട്ടെ? അത് ഞെക്കിയിട്ടൊന്നും കാര്യമില്ല. അത് മോന് കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയപ്പോ ഓണായി. കളയരുതേ. ഇപ്പൊ തിരിച്ചു തരണം കേട്ടോ. ഞെക്ക്. അപ്പൊ പിന്നെ ഭക്ഷണം കഴിക്കുക.
പുറത്തേക്ക് പോവാ. എന്താ പിന്നെ ഒരു ഉഷാറില്ലല്ലോ എനിക്ക്. തണുപ്പ് ഇതൊക്കെ ഒരു തണുപ്പാണ് പിന്നെ. അപ്പൊ ഇനി ഹിമാലയയിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യാ? ദുബായിലൊക്കെ ഉള്ളവർ ഇപ്പൊ എന്താ ചെയ്യണമെന്ന് എന്റെ വിചാരം. എങ്ങനെ എന്താ വെച്ച് മയക്കാറായിട്ട് കൊണ്ട് ഇതിൽ കുത്തട്ടെ കുത്തട്ടെ ഇവിടെ വാടാ. ഇതുമ്മ കുത്തട്ടെ, ഇതുമ്മ നോക്കട്ടെ, എന്നാലേ പാടുള്ളൂ, എന്നാലേ പാട്ട് പാടുള്ളൂ. കൊണ്ടാ പാട്ട് പാടണ്ടേ? എന്നാ കൊണ്ട അതിൽ കുത്തട്ടെ. നല്ല ഒട്ടി. ശരി, പാട്ട് പാടട്ടെ. പാട്ടിപ്പോ വരും. അത് വർക്കാവൂല. അത് കുട്ടി ഇന്നലെ നാശാക്കിയില്ലേ? റിമോട്ട് എവിടെ? അതിന്റെ റിമോട്ട് എവിടെ? ഇതിന്റെ റിമോട്ട് ഇന്നലെ എവിടെയോ കൊണ്ടുപോയി വെച്ചിട്ട് ഇന്ന് രാവിലെ ഉമ്മച്ചിക്ക് കിട്ടിയിരിക്കണം കേട്ടോ. എന്നിട്ട് ഉമ്മച്ചി എടുത്ത് തന്നിട്ട് മെല്ലെ എന്റെ കൈ തന്നിട്ട് ഞാൻ എടുത്തു വെച്ചേക്കാം. പാട്ട് പാടൂല. ഈ റിമോട്ട് നാശാക്കിയില്ലേ? റിമോട്ട് എവിടെ? എടുക്ക്, എന്നാ പാട്ട് പഠിക്കാം. റിമോട്ട് എടുക്ക്, എന്നാ പാട്ട് പാടും. റിമോട്ട് എവിടെ? റിമോട്ട് ഊഞ്ഞാലൊക്കെ കെട്ടി വെക്കാന്നല്ലാണ്ട് ഊഞ്ഞാലിന്റെ നമുക്കൊന്നും തിരിഞ്ഞു പോലും നോക്കൂല കേട്ടോ. എന്റെ കാറ് ഞാൻ എടുക്കട്ടെ? കാർ എടുക്കട്ടെ? ഊഞ്ഞാലം എന്ത് കളിച്ച്? ഇല്ലല്ലേ? അങ്ങനെ എന്തൊക്കെ കാണാൻ കിടക്കണേ. എന്ത് ആട്ടിയൊക്കെ പക്ഷെ ആടൂല, സമ്മതിക്കൂല. ഉണ്ടോ? എന്തൊരു പേടിയാണേ. പേടിയൊന്നുമില്ല. അത് എനിക്ക് സംഭവം എന്താന്ന് മനസ്സിലാവായിട്ടാണ്. ഇതിനെ കുറിച്ച് ഐഡിയ കിട്ടിയില്ല. ഇങ്ങനെ കണ്ടോ? അതാ ഇങ്ങനെ പാത്തിന്റെ തൊട്ടിയിൽ കയറി കിടന്നിനു. അതിന്റെ പാത്തിന്റെ തൊട്ടി കയറി കിടന്നേ എന്തിനു? എന്തിനാ താഴെക്കൂടി? താഴെന്തിനോടി? കളിക്കാനോ? അവിടെ ഇവിടെ ഒക്കെ പോയി നോക്കി വെച്ചിട്ടുണ്ടല്ലേ? ഞാൻ നാട്ടിലുള്ള ആയിഷമാരൊക്കെ നോക്കി ഇറക്കല്. എന്താ പണി? ചിരിക്കല്ലേ കേട്ടോ, ചിരിക്കല്ലേ. എന്താ പ്രശ്നം? എന്താണ് ഇവിടെ? ഇറങ്ങാനാണോ? അപ്പൊ ഇറക്കി തരാം. എന്നാ ഇപ്പൊ ഇറക്കി തരാം. ഈ ഉള്ളടത്ത് ഓന്തല്ല വരാ, ഈ ഉള്ളടത്ത് പുലിയല്ല വരൂ. ഓന്തല്ലേ വന്നിട്ടുള്ളൂ, അതന്നെ കുറവ്. സിനിമ നിങ്ങൾ രണ്ടു വാക്ക് പറയുമ്പോ നിങ്ങൾ എന്താ ഒന്നും മുണ്ടല്ലോ. നിങ്ങളെ കാണാൻ വേണ്ടിട്ടാണ് നമ്മളെ വ്യൂസ് എല്ലാം നമ്മളെ വീഡിയോ കാണുന്നത്. എന്നിട്ട് നിങ്ങളൊന്നും മിണ്ടാതിരിക്കുമ്പോ എങ്ങനെ ശരിയാവാ? തൊള്ളേല് പല്ലല്ല കാണണേ. ഇവനാണെങ്കിൽ ഇരിക്കി ഞാൻ ഇറക്കി തരാം. ഇറക്കി തരാം. അവിടെ. ഇങ്ങനെ ഒരു പേടിച്ചങ്ങായി ഉണ്ടാവോ ദുനിയാവില്? പാത്തി പൂനൂരാ. എന്ത് മച്ചാന്? എന്ത് പാട്ടോ? പാട്ട് പറ്റൂല. ദേഷ്യം പിടിച്ചു. പോക്കട്ടോ. മാമ തിന്നിട്ട്
മാവ് തിന്നിട്ട് നമ്മൾ രണ്ടാളും പാടും. അതിന് 2 എണ്ണം പാടും, ഞാൻ 2 എണ്ണം പാടും. പാടുവോ? അപ്പൊ ഉമ്മയോ? ഉറപ്പാണോ? ഞാൻ കളിയാക്കണ്ടപ്പാ. ഇപ്പൊ ഓന് തീരെ ഉപ്പാന്ന് വെക്കുന്നില്ലല്ലോ, ഫുള്ള് കാക്കൂന്നല്ലേ. അത് പാടൂലേ? അത് പാടൂല. വെച്ചെടുക്ക് വെച്ചെടുക്ക്. വെച്ചെടുക്ക് വെച്ചെടുക്ക്. എങ്ങനെ വെക്കുക? എങ്ങനെ വെക്കുക? കുത്തി നോക്കട്ടെ, പാടൂ നോക്കട്ടെ. പാടുവോ? എന്നാ പാട് പാട്. ആ ആ പാട്ട് പാട്. ഈ പാട്, ഈ പാടടാ, പാടടാ, പാടടാ. ഇനോ റിമോട്ട് എവിടെ? റിമോട്ട് റിമോട്ട് എവിടെ? എവിടെ ഉണ്ട്? പോയി എടുത്തിട്ട് വാ. കുട്ടിന്റെ കപ്പല്ല ഇരിക്കണത്. കുട്ടിന്റെ കപ്പല്ല അത്. കപ്പ് എവിടെ? കപ്പ് എടുക്ക്. എടുത്തിട്ട് അടുക്കളയിൽ ഉമ്മാനെടുത്ത് കൊണ്ട് കൊടുക്ക്. അത് എടുത്തിട്ട് അടുക്കളയിൽ ഉമ്മാനെടുത്ത് കൊണ്ട് കൊടുത്താൽ പാട്ട് പാടിക്കാം. ആ എടുക്ക്. ആ കൊണ്ട് കൊടുക്കും ഉമ്മാനെടുത്ത്. എന്നാ എന്നാ അമ്മച്ച ഇന്നമ്മ. ആ ഇനി പാട്ട് വെക്കാ. മോന് പാട്ട് വേണമെന്ന് പറയുന്നുണ്ട്. ചാർജിലാവുന്ന ഇപ്പൊ അവിടെ പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. ഓനിക്കിപ്പോ പാട്ട് വേണമെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. പാട്ട് പാടിക്കല്ലാണ്ട് ചാർജിലാവുന്ന ഇവിടെ പറഞ്ഞിട്ട് കാര്യം. പാട്ട് ഇപ്പൊ വെക്കൂ, ഇപ്പൊ വെക്കൂട്ടോ, ഇപ്പൊ വെക്കേ. ഇങ്ങോട്ട് നോക്ക്. ദേഷ്യം ഉണ്ടോ നോക്കട്ടെ. എന്ത്? അവിടെ ഇരിക്കണോ? ആർക്ക്? അനക്കോ? വേണ്ട വേണ്ട, ഞാൻ ഇരുത്തി തരാം, ഞാൻ ഇരുത്തി തരാം, ഞാൻ ഇരുത്തി തരും കേട്ടോ. പാട്ടെവിടെ? 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 പാട്ട് കേട്ടിട്ട് മിണ്ടാണ്ടിരിക്കണം കേട്ടോ. ഇനി മിണ്ടരുതേ. മുണ്ടോ? മുണ്ടോ? ആ ഫോൺ എടുക്കരുത്, ഫോൺ എടുക്കരുത്, ഫോൺ എടുക്കരുത്. ഇവിടെ വെക്ക്, ഇവിടെ വെക്ക്, ഇവിടെ വെക്ക്. ഫോൺ അവിടെ വെക്ക്. എന്നിട്ട് ഇങ്ങോട്ട് വാ, നമുക്ക് അവിടെ നിന്ന് പാട്ട് കേൾക്കാം. അമ്പിളി അവിടെ നിന്ന് കേൾക്കാം. അയ്യമ്മ തൊടരുത്, തൊട്ടാ ഞാൻ ഓഫ് ആക്കുവേ. അമ്മച്ച ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ അമ്മച്ചേ. അതൊരു മരുമോളല്ലേ ഓള്. മരുമോളോടൊക്കെ ഇങ്ങനെ പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാപ്പി ഉണ്ടാക്കി തരുന്നതിനുള്ളതിന്റെ എന്തെങ്കിലും അനക്ക് വേണടി. എന്നിട്ട് അമ്മച്ചിനോട് ഈ ഇങ്ങനെ പറയല. എനിക്ക് രണ്ടിടത്തും എനിക്ക് നിക്കാൻ പറ്റൂലല്ലോ. എനിക്ക് രണ്ടിടത്തും നിക്കാൻ പറ്റൂലല്ലോ. ഞാൻ ഒരു സ്ഥലത്തല്ലേ നിക്കാൻ പറ്റുള്ളൂ എനിക്ക്. എന്തെന്ന് പാടണം? കോയത്ത് തമ്പുരാനെ, കോയത്ത് തമ്പുരാൻ ആന വേണോ? കോയത്ത് തമ്പുരാനാണ് പെണ്ണോ? എന്തെന്നാ പാടിയിട്ട് പാടും ചെക്ക. കോയത്ത് തമ്പുരാൻ ആന വേണോ? അതൊക്കെ എന്ത് പാട്ടമ്മ? പണ്ടത്തെ പാട്ടാ? ഒന്നുകൂടി നല്ല മൊത്തത്തിൽ പാടി. അഞ്ചെട്ട് മക്കളെ വാപ്പാറ്. അതൊന്നും ചിരിക്കണ്ട, അതൊക്കെ പണ്ടത്തെ ഗായികമാരാണ്. അതിന് തമാശക്ക് പാടുന്നതല്ലേ. അർത്ഥം കുട്ടികൾ തമാശക്ക് മഴ പെയ്യുമ്പോൾ പാടുന്നതാണ്. നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ പാടുന്ന പാട്ടാണ്. എങ്ങനെ? ഒന്നുകൂടി പാടിമ്മ. ഈ പോടാണ് കേട്ടിട്ടില്ല നല്ലോണം, അതുകൊണ്ടല്ലേ. അത് കുടിച്ചാണ് ഓട്ടർഷ. സാഹിബ് തേങ്ങ തിരിഞ്ഞ അഞ്ചെട്ട് മക്കളെ ബാപ്പാ. ബാക്കി കൂടി പാടി. ഇല്ല, ബാക്കി അത്രേ ഉള്ളൂ. നിങ്ങൾ നേരത്തെ പാടിയതും കൂടി ഫുള്ളായിട്ട് മൊയിപ്പിച്ച് പാടി. രസമുണ്ട് കേൾക്കാന്. പാടുമ്മ. അതത്രേ ഉള്ളൂടാ. ഇതൊക്കെ നിങ്ങളെ തലമുറയിലുള്ള ആളുകൾ പാടുന്ന പാട്ടുകളൊന്നും ഇപ്പോഴത്തെ തലമുറയിലുള്ള കുട്ടികൾക്ക് അറിയില്ല കേട്ടോ. നിങ്ങളത് പാടി കേൾപ്പിച്ചാലേ എല്ലാവരും അറിയുള്ളേ. അല്ലെ കുറച്ചുകൂടി പാടി. അതേ ഉള്ളൂ.
അപ്പൊ അത്രേ ഉണ്ടാവുള്ളൂ അപ്പൊ അത്രേ ഉണ്ടാവുള്ളൂ കിട്ടിയോ ഇല്ല ചോദിച്ചു വാങ്ങി. അപ്പൊ അത്രേ ഉണ്ടാവുള്ളൂ. ഇനി ചോദിക്കണ്ട, ഇനി ചോദിച്ചാൽ അടുത്ത അടിയായിരിക്കും. മോനടെ മോനവിടെ ഉണ്ട്. മോൻക്കിപ്പോ എന്താ സുഖല്ലേ? ആനയും പുലി എലിയൊക്കെ ആയിട്ട്. ആനയല്ലേ ആനയല്ലേ? ആ കളിച്ചോ. രാജു മജെന്താക്ക കറി വേഗം കവരിക്ക. കറി ഒന്ന് വരികയായിരുന്നെങ്കിൽ തിന്നിട്ട് പോവായിരുന്നു. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യട്ടോ. അന്ന് ഫുള്ള് പണിയേനു. അതെന്താ ഇറങ്ങിയത്? മറ്റേ എന്തേനോ മടുകപ്പുളി. വടുക്കപ്പുള്ളി ഇജ്ജ് എന്തിനാ കറിയാണ്? ചിരിച്ചിട്ട് കറിയേ. ഉമ്മങ്ങളെ ചീത്ത അറിയുന്ന കേട്ടിട്ടേ ആദ്യം ഒരാൾ ചീത്ത അറിയുമ്പോ ഒരാളെ മുന്നിൽ നിങ്ങളെ മിണ്ടാണ്ടിരിക്കുന്നുണ്ടല്ലോ. സൈനായി പോയി. എന്റെ പല്ലും കൂടി അടിച്ചു കൊച്ചിട്ടേ ഉള്ളൂ. ആര്? അതിന് നിങ്ങള് ഞാൻ കിടക്കണോടത്ത് വന്ന് കിടന്നിട്ടല്ലേ പല്ലിന് കുത്തിട്ടേ. അതൊക്കെ ചെറുപ്പത്തിലാണ്. ഞാൻ കിടക്കുമ്പോ ഉമ്മ എന്റെ അടുത്ത് വന്നിട്ട് തണുപ്പല്ലേ, എന്നിട്ട് ഉമ്മാരുടെ അടുത്ത് വന്നിട്ട് കെട്ടിപ്പിടിച്ച് കിടക്കും ഞാനേ. ഇന്നെ തോണ്ട് ശരിക്കും ഉമ്മ എന്താ സംഭവിക്കുക അറിയോ? ഉമ്മ പുതപ്പ് വലിച്ചിട്ട് എന്നെ തോണ്ടണതാണ്. പുതപ്പ് വലിക്കുമ്പോ എന്റെ മേത്ത് തട്ടുമ്പോ ഞാൻ എന്താക്കും, കൈ കൊണ്ട് തട്ടും. കൈ കൊണ്ട് തട്ടുമ്പോ ഉമ്മാന്റെ മേത്തോടെയും തട്ടും. അതൊക്കെ ഉറക്കത്തിലല്ലമ്മ. നിങ്ങള് പൊരുത്തപ്പെട്ടിട്ടില്ല അമ്മ? അതൊക്കെ അല്ല, നിങ്ങളൊക്കെ പൊരുത്തപ്പെട്ടിട്ടില്ലേ? ഉണ്ടാവുകയും ഒന്നും മിണ്ടണില്ലല്ലോ. പൊരുത്തപ്പെട്ടിക്കണേ, ലീലാവിലാസങ്ങൾ ഞാൻ കേക്കലുണ്ട്. അല്ലോ, ലീലാവിലാസങ്ങളൊന്നും ഇല്ലാത്ത ഒരാളും. അതെ അതെ, മരം കയറി മിന്നു. നിങ്ങള് കുളിപ്പിക്കാൻ നിന്നാല് കുപ്പായ പോലെ രണ്ട് തായപ്പോരെ കോടുന്നത്. എന്നിട്ട് അവിടെ ഉള്ള രണ്ട് താത്തമാരെ കൊണ്ട് കുളിപ്പിക്കും. അതിന്റെ എന്റെ ഉമ്മമാരായിരുന്നു ഒരു രണ്ടാളേ. ആ, ഓരൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴല്ല ഓരോന്നും പറ്റാണ്ടായത് അല്ലേ? പിന്നെ എന്ത് ഒന്നുമില്ല, ഞാൻ അന്നത്തെ കാര്യങ്ങൾ അപ്പളേ ഇനി അധികം നേരം ഞാൻ ഈ വീഡിയോ മൊയ്യിപ്പിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കില് പല ലീലാവിലാസങ്ങളും പുറത്തു വരും. അപ്പൊ അതിനേക്കാളും നല്ലത് ഇത് ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട് കേട്ടോ വീഡിയോ. അപ്പൊ എന്തായാലും ഈ വീഡിയോ മൈൻഡപ്പ് ചെയ്യണം. അത് നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോ കാണുന്നുണ്ട്. മതി അത്ര മതി. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയ്ക്കും ഷോർട്ട് ബ്രേക്ക്. ബൈ ബൈ. എന്ത് ഇൻഷാ അല്ലാഹ് നാളത്തെ വീഡിയോ നമുക്ക് പറയാം. ആയിക്കോട്ടെ, എല്ലാം കൂടി ഒരുക്കി കൂട്ടി സ്വരുക്കൂട്ടി വെച്ചേക്ക്.